ഹായ്. നമ്മുടെ റോസാപ്പൂക്കളൊന്ന് കണ്ടാലോ? എൻ്റെ തോട്ടത്തിലെ റോസാപ്പൂക്കളാണ് കേട്ടോ. ഈ പൂക്കളെല്ലാം 2 ദിവസമായിട്ട് ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് നിൽക്കുകയാണ്. എല്ലാ റോസാസിലും നല്ല പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഒരുപാട് കെയർ കൊടുക്കാറില്ല ഇതിനൊന്നും. പക്ഷേ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് മാത്രം. പിന്നെന്ന് വെച്ചാൽ ഈ റോസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യം, ഇനിയിപ്പോൾ പൂവുണ്ടായി നിൽക്കുകയാണല്ലോ. ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു നല്ല പ്രൂണിങ് കൊടുക്കും. അതിനുശേഷം ഒരു 2 മാസമൊക്കെ ആയി വരുമ്പോഴേക്കും നല്ല എതൾപ്പുകളും വന്നിട്ട് നിറച്ച് പൂവായിട്ടാവും നിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ റോസസിനെ കെയർ ചെയ്യാറുള്ളത്. അല്ലാതെ വളങ്ങളൊന്നും പ്രത്യേകമായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ വളർത്താറില്ല. അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞ റോസാണ്. പക്ഷേ വിടർന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക്, ഇത് കണ്ടോ, അതിൻ്റെ കളറിങ്ങനെ മാറി 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 വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് എത്തപ്പെടും. ഈ പൂക്കളൊക്കെ കണ്ടോ, അങ്ങനെയായി വരും. അങ്ങനെ അല്ലിത്താമര പോലത്തെ ഈ റോസാപ്പൂവ്, അങ്ങനെ അല്ലിത്താമര പോലത്തെ റോസ്, പനിനീരിൻ്റെ താമര റോസ്, ഓട് കളറിൻ്റെ താമര റോസ്, അങ്ങനെ കുറേ റോസസ് എല്ലാം നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഈ റോസാ ചെടിയുടെ ചെവിട് ഭാഗം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂട് ഭാഗത്തെ കനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പഴക്കം ഉണ്ട് ഈ റോസാ ചെടിക്ക്. ഏകദേശം നല്ല കുറേ വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ പിടിച്ചാൽ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്നും പുറത്തേക്ക് നിൽക്കും അതിൻ്റെ ചെവിട് ഭാഗങ്ങൾ. അത്ര പഴക്കമുള്ള റോസാ ചെടികളാണ് കേട്ടോ. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, റോസാ ചെടികൾ എപ്പോഴും തറയിൽ വെച്ച് കിളിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം നന്നായിട്ട് വേരോട്ടം ഉണ്ടാകും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അതിനെ വളർത്തിയെടുക്കാൻ കഴിയും. ചട്ടികളിലൊക്കെ ആകുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഉണങ്ങിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാകും. ഈ ചെടിയുടെയൊക്കെ കനം നോക്കിക്കേ, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ റോസാ ചെടികളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഒരുപാട് വളവും വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ റോസാ ചെടികൾ പൂക്കുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മളധികം വളമൊന്നും കൊടുക്കാറില്ല. ആഴ്ചയിൽ 2 തവണ മാത്രമേ വെള്ളം കൊടുക്കാറുള്ളൂ. തടങ്ങളൊക്കെ ഇങ്ങനെ നോർമലി നിൽക്കുകയാണ്. സാധാ ഗാർഡൻ സോയിലാണ് നമ്മുടെ റോസാ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോസാ ചെടികൾ പൂത്ത് വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.